ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മദ്രസ പോണ്ടേ എണീക്ക്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടില്ലേ, അതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പം രാവിലെ തന്നെ മക്കളെ വിളിച്ച് എണീപ്പിച്ചിട്ട് അവരെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസം കൂടിയാണ്. അപ്പം രാവിലെ തന്നെ നാസ്തയിലാക്കണം. അതിന് മുന്നേ ഞാനിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ മിക്സ്ചറില്ല, ഇതും കൂട്ടിയിട്ടാണ് അന്നത്തെ ചായ കുടിച്ചത്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതുപോലെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ എല്ലാം കുടിക്കുമ്പോൾ എനിക്കിങ്ങനെ ശല്യം എന്നല്ല, സൗണ്ടും ഇതൊന്നും ഇല്ലാണ്ട് നല്ല കാമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് മെല്ലനെ ചായയെല്ലാം ഊതി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഈ ഒരു സമയത്ത് ഒരു അരമണിക്കൂറെല്ലാം എടുക്കും ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നല്ലതിന് ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്കന്നെ അരമണിക്കൂർ എന്തായാലും ആവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മോളെ യൂണിഫോമെല്ലാം അയൺ ചെയ്യലാന്ന്. പിന്നെ ഇതിന് മാത്രമേ യൂണിഫോം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് പോകുന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യമാണ് ഈ അയൺ ചെയ്യൽ. കാരണം ഞാൻ അങ്ങനെ അയൺ ചെയ്യലില്ല. ഒന്നാമത് ഉപ്പാൻ്റെ എല്ലാം ഉമ്മ തന്നെയാണ് അയൺ ചെയ്ത് കൊടുക്കൽ. അതുപോലെ റിയാസ്ക്കിന്നെ ഇടൽ. പിന്നെ ഞാൻ ആ ഭാഗത്തേ നോക്കലുമില്ല, ചിന്തിക്കലുമില്ല. കാരണം ഞാനിട്ടാൽ റിയാസ്ക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആളെന്നെയാണ് ഇടൽ. അപ്പോൾ അങ്ങനെ നമുക്കത് ഇട്ടിട്ട് ശീലമില്ല അയൺ ചെയ്തിട്ട് അങ്ങനെ. പിന്നെ ഞാൻ അധികം എൻ്റെ ഡ്രസ്സ് അങ്ങനെ അയൺ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ കുട്ടികളെ യൂണിഫോമിലും അങ്ങനെ ഇസ്തിരി ഇടൽ മാത്രം. അങ്ങനെ വേഗം അത് ചെയ്ത് തീർക്കിട്ട്. അപ്പം ഇപ്പോഴത്തേക്കും സമയം ഒരു 7:45 ആയിട്ടുണ്ട്. പിന്നെ അരി ഉമ്മ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പം കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, അതുപോലെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ടുള്ളിയല്ല, ഒരു ഉള്ളി, വലിയ സൈസുള്ള ഈ ഒരു ഉള്ളിയും, അതുപോലെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് എഗ്ഗ് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ഈ വേറൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്, വെന്തിനോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വായിൽ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിനി വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഈ ഒരു സമയത്ത് പുറത്ത് നല്ല മഴയുണ്ടേനു. ഇപ്പം ഒരാഴ്ചയായിട്ട് അടുപ്പിച്ചിട്ട് നല്ല മഴയാണ്. കുട്ടികൾക്കെല്ലാം 2-3 ദിവസമായിട്ട് സ്കൂളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിങ്ങോട്ടെല്ലാം നന്നായിട്ട് വെള്ളം കയറും. പിന്നെ മഴയത്തെല്ലാം നല്ലോണം മഴ ശക്തിയായിട്ടെല്ലാം പെയ്താൽ നല്ലോണം വെള്ളമെല്ലാം കയറും. അതുപോലെ നമ്മളെ കണ്ടത്തിലും നമ്മളെ തോട്ടിലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്കെല്ലാം, അതായത് റോഡുമ്മിലേക്കെല്ലാം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും നല്ലോണം ജാഗ്രതയോടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. പുറത്തൊന്നും പോവാണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ നിൽക്കുക. ഇനിയിപ്പോൾ വേഗം തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തക്കാളിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും വേണം. അങ്ങനെ ഒരു വെളുത്തുള്ളി അങ്ങനെ എടുത്തിട്ട് അത് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ മുട്ട ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 4 മുട്ട എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെന്തതിന് ശേഷം ഞാനത് ഓഫ് ചെയ്ത് ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് വേഗം ഒന്ന് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്നേരം ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മളെ തക്കാളിയും ഉള്ളിയും എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് വരെ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ വെന്തുടഞ്ഞ് അങ്ങനെയൊന്നും ആവണ്ട. 2-3 മിനിറ്റ് വരെ ഒന്നിങ്ങനെ
എന്താണ് വെന്ത് വരുന്ന, അതായത് വാടി വരുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ ഇതാ ഏകദേശം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം പഴുത്ത തക്കാളി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഉള്ളി വാടി വരാൻ അതിന് കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് വേഗം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് സമയമൊന്നും എടുത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റ് ഞാൻ പറഞ്ഞ ആ ഒരു ടൈം എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് അതിനൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. ഓൾറെഡി 8 മണി 8:30 ആകാനായിട്ടുണ്ട്. 8:45 മദ്രസ വിടും. അതിന് മുന്നേ കറിയെല്ലാം ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതിന് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കുന്ന സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കറക്കി ഒന്ന് എടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കറേ, 2-3 ഡ്രോപ്പായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് എന്താണ് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കാൻ മതി. ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് എന്താണ് ചൂടായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ ഈ പട്ട ഗ്രാമ്പു ഇല്ലേ, നമ്മൾ ബിരിയാണിയിലെല്ലാം ഇടുന്ന ഈ ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇടുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. പട്ടയും ഗ്രാമ്പുമെല്ലാം നല്ലോണം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. തീ അധികം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞിട്ട് വല്ലാത്തൊരു കോലത്തിലാവും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളമെല്ലാം ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എന്താണ് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളച്ച് ഇതുപോലെ ഇങ്ങനെ പൊട്ടി എന്താണ് മേലോട്ടേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഗരം മസാല, ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല, അതുപോലെ വലിയ ടീസ്പൂണ് അതുപോലെ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അന്നേരം ഇതിൻ്റെ ആ ഒരു പൊടീൻ്റെ ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറുന്നവരെ ഇതുപോലെ ഒന്ന് വീണ്ടും ഇളക്കിയെടുക്കണം. ശരിക്കും ഇത് നല്ലൊരു കറിയാണ്. നമ്മൾ പൊറോട്ടയ്ക്കും അതുപോലെ ദോശക്കെല്ലാം പറ്റിയൊരു നല്ലൊരു അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഈ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം വേണം, വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഗ്രേവി ഒരു രസം ഉണ്ടാവില്ല. തിക്ക് ഗ്രേവി ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ചമ്മന്തി പോലെയെല്ലാം തോന്നും. അപ്പോൾ ഇതാ അതിന് ശേഷം പിന്നെ കുറച്ച് കസൂരി മേത്തിയും അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇതുപോലെ 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറിയുടെ സെറ്റായിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളധികം ഇങ്ങനെ ഉണ്ടാക്കി നോക്കലുണ്ട്. ഇതിപ്പം മുട്ട വെച്ചിട്ടും ഇതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടെല്ലാം ചെയ്തെടുക്കാം. നല്ല രസമാണ്, കുട്ടികൾക്കും ഇഷ്ടമാവും. ഇടയ്ക്ക് ഇതുപോലെയെല്ലാം മുട്ടക്കറി ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഐദൂസിനെ യൂണിഫോം കിട്ടിയിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതാ ഓളങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് യൂണിഫോമെല്ലാം ഇട്ടിട്ട് മുടി മാത്രമേ കെട്ടി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ മുടി കെട്ടിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കൽ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ എന്താണ് ഷൂം ഷോക്സും അങ്ങനെയെല്ലാം ഇട്ടിട്ട് അപ്പോഴത്തേക്കും വണ്ടി ഏകദേശം വാന് വരാനാവും. അങ്ങനെ ഓളിതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ചിനന്ന്. സാധാരണ ഞാനെപ്പോഴും വായിൽ വെച്ച് കൊടുക്കാൻ ചെയ്യൽ. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഇന്ന് നല്ല ഇഷ്ടമുള്ള കറിയും അതുപോലെ യൂണിഫോമെല്ലാം കിട്ടിയതുകൊണ്ടാന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഷൂവും ഷോക്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു സമയം വരെ എല്ലാം ഒരു ഓട്ടപ്പാച്ചിലാണ്, ഓടിക്കൊണ്ടാണ് എല്ലാം ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ ഒന്നും നോക്കില്ല. അപ്പോൾ ആ സമയത്ത് വീഡിയോയും കൂടി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അങ്ങനെതാ ഓള് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിലു ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യം പിടിച്ച പോലെയുള്ള, കാരണം ഓക്ക് യൂണിഫോം കിട്ടാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടീനെ. അപ്പോൾ ഓക്ക് ഇല്ലാത്തതുകൊണ്ട് ഓക്ക് ഭയങ്കര സങ്കടവും എന്നോട് ഭയങ്കര ദേഷ്യമുള്ളതിനും. അങ്ങനെ ഇതാണ് കേട്ടോ അവരെ യൂണിഫോം, സ്കേർട്ടും അതുപോലെ എന്താണ് സ്കേർട്ടും ടോപ്പും. പിന്നെ അങ്ങനെ ലഞ്ചും കിറ്റും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഫീലോന് ദേഷ്യം വന്നിട്ടുള്ളത്, ഓക്ക് ഭയങ്കര സങ്കടവും എല്ലാം ഇനി വന്ന്, കാരണം ഓക്ക് യൂണിഫോം ഇല്ലാണ്ട് ഇവളെ മാത്രം ഇട്ടിട്ട് പോകുമ്പോൾ ഓക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അതാ കുട്ടികൾ ഇറങ്ങിയ ആ ഒരു ടൈമിൽ നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു മഴ. കുട്ടികൾ ഇറങ്ങുമ്പോൾ മഴയായിരിക്കും, അതുവരെ മഴ പെയ്യില്ലെങ്കിലും ഇറങ്ങുന്ന ആ ഒരു സമയത്ത് നല്ല മഴയായിരിക്കും. അങ്ങനത്തെ സ്കൂൾ ബസ് വന്ന് പിന്നെ അവർക്ക് പോകാനായി. അങ്ങനെ മക്കൾ പോയിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു വിഷമമായിരിക്കും ഉണ്ടാവുക. പോകുന്നവരൊരു ഓട്ടവും എന്താ പറയുക 2-3 കലമ്പെല്ലാം കിട്ടിയിട്ടാണ് പറഞ്ഞേക്കുക. പക്ഷേ പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അവർ പറഞ്ഞേക്കുമ്പോഴത്തേക്ക് ഇടുന്ന ഒരാൾ കുലുമാലായിരിക്കും, കരച്ചിലായിരിക്കും. ഇനിയിപ്പോൾ ഓനും കൂടി ഫുഡ് കൊടുത്തിട്ട് അവർ പോകുന്ന ആ ഒരു സമയത്ത് എന്താണ് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇവൻ എണീച്ചാൽ പിന്നെ ഇവൻ എൻ്റെ കൈമൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കില്ല. ഇവനെ എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെതാ ഓന് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ ഇനി കുറച്ച് സമയം ഓൻ്റെ ബാക്കിലായിരിക്കും. പിന്നെ കുട്ടികൾക്ക് മാത്രം ദോശ ചുട്ടിട്ട് പിന്നെ ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല. അപ്പോൾ അതാ ഉമ്മയുടെ കൽമാസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടേനോ. അങ്ങനെ ഞാൻ ഒരു കൽമാസെല്ലാം ഒന്നേ കഴിച്ചിട്ടുള്ളൂ. ഒന്ന് കഴിച്ചാൽ മതി, അപ്പോഴത്തേക്കും അങ്ങ് വയറ് നിറയും. അങ്ങനെ കൽമാസെല്ലാം നല്ല രസമാണ് കേട്ടോ. ഈ മഴയത്ത് എരിവും മസാലയും എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു കൽമാസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെയൊക്കെ നല്ല ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഇവിടെ തോട്ടിലും പിന്നെ അതുപോലെ കണ്ടത്തിലെല്ലാം വെള്ളം നിറഞ്ഞിരുന്ന്, അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പോക്കാന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് പോക്കാന്ന് വെള്ളം കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മളെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ചെറിയൊരു മലയോര പ്രദേശമാണ്. കണ്ടവും വയലും തോടും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മഴക്കാലമാകുമ്പോൾ വെള്ളം കയറും. അടുപ്പിച്ചൊരു 2 ദിവസം മഴ, നല്ല ശക്തിയുള്ള മഴയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വെള്ളം കയറും. അങ്ങനെയല്ലാതെ നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ. എന്താണ് വിഷു വരുന്നേ? ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടില്ലേനോ, അപ്പം ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇത്രയൊന്നും വെള്ളം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം നമുക്കിവിടെ നല്ലോണം മഴ പെയ്താൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയം അല്ല, ദിവസം എന്ന് വെച്ചാൽ നമ്മളെ വയനാട്ടിലെല്ലാം ഉരുൾപൊട്ടി ആ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ നമ്മളെങ്ങും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം കൂടുതൽ മഴ പെയ്യുമ്പോൾ ഭയങ്കര ടെൻഷന് വന്ന് പിന്നെ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. വാവ്, വിഷ്വൽ ബ്യൂട്ടി.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെ പെരക്കുള്ള എല്ലാവരും ഉണ്ട്, എൻ്റെ അമ്മമാരും എല്ലാവരും ഉണ്ട്, ഉമ്മാമയും ആമയും കാരണവരും എല്ലാവരും ഉണ്ട്. ഈ ഒരു സംഭവം കാണാൻ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഇവിടെ വെള്ളം കയറിനാ ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോൾ ഓരോ ദിവസം പെയ്യുന്നതിന് നമ്മൾ ചോദിക്കും വെള്ളം കയറിനാന്ന് ചോദിക്കുക. ഇത് കയറി എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ കുറേ സമയം അതെല്ലാം കണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കും. നല്ല രസമാണ് ഇതെല്ലാം കണ്ടു നിൽക്കാൻ. ശരിക്കും നല്ല രസമാണ് ഇങ്ങനെയെല്ലാം കാണാനും. പക്ഷേ ഇങ്ങനെയെല്ലാം ദുരന്തം അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. ഇത്രത്തോളം കയറും വെള്ളം. ഇത് ഞാൻ അന്ന് കാണിച്ച നമ്മളെ കണ്ടില്ല, അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു കണ്ടാണ്, ആ ഒരു വയലുള്ള ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ കുട്ടികളെ കാണിച്ചിട്ട് കടൽ കണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കലേനു. ചുമനി ഏട് പോന്നേ അമ്മായിൻ്റെ ഒരുക്കാ അമ്മായിൻ്റെ ഒരുക്ക് പോന്നേ. ശരിക്കും ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ചെറിയൊരു കടൽ പോലെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ, അടിപൊളിയാനും കേട്ടോ. കുറേ ആൾക്കാർ എവിടെ നിന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് പോകുന്നുണ്ടേനു. ശരിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ഞാൻ ഇത് കാണിച്ചില്ലേ, അത് അക്കരെ സൈഡാണ്, ഇത് ഇക്കരെ ഭാഗമാണ്. അപ്പോൾ ഈ ഇക്കരെ ഭാഗത്ത് നിന്ന് നോക്കാനാണ് ശരിക്കും രസം. അമ്മോ പിന്നെ നമ്മളൊക്കെ വന്ന 2-3 ആൾക്കാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ടേനോ. ശരിക്കും എനിക്ക് പേടിയാണ് വെള്ളത്തിൽ കുളിക്കാനെല്ലാം. എന്നാലും ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, അതുപോലെ എല്ലാവരും കുളിക്കുന്ന കാണാനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ നോക്കാനെല്ലാം എന്താണ് ഇതുപോലെ വെള്ളത്തിലെല്ലാം ഇറങ്ങി കുളിക്കാനെല്ലാം ഭയങ്കര പേടിയാണ്. അങ്ങനെതാ അനിയത്തിമാരെല്ലാം ഇതിലേക്കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതൊരു നടപ്പാതയാണ് നമ്മൾ ഈ കണ്ടത്തിലുള്ളത്. ഈ ഒരു നടന്നു പോകുന്ന ഒരു സ്ഥലമില്ല, അതാണ് നമ്മൾ നടപ്പാതയാണ്. അങ്ങനെ കുറേ സമയം അവിടെ ഒരു 2-3 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും. ഇനിയിപ്പം നേരെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ സമയം നിന്ന് ഇതാക്കുമ്പോൾ മടുപ്പായിരിക്കില്ലേ. അങ്ങനെ പിന്നെ അങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസും അങ്ങനെ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് അന്ന് മുഹറം 10-ൻ്റെ ആ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈ ദിവസം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ മഴയും ഭയങ്കര വെള്ളം നന്നായിട്ട് കയറിയ ദിവസം കൂടിയാണ്. അങ്ങനെ പരക്കെത്തി പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉപ്പ വലിയ മീനെല്ലാം ആയിട്ട് വന്നേ. അങ്ങനെ ഉപ്പിതിയുടെ മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഞാനന്ന് മീനെല്ലാം കട്ട് ചെയ്യൽ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.